ബിസ്നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? ചൈനീസ് നിർമ്മാണ മേഖലയ്ക്ക് ഒത്തൊരു പോരാളിയായ PLI പദ്ധതി ഉപേക്ഷിക്കാൻ കേന്ദ്രത്തെ പ്രേരിപ്പിച്ചതെന്ത്? 5 വർഷം കൊണ്ട PLIക്ക് എന്തു പറ്റി? ഇനിയൊരു ബദൽ പദ്ധതി ഉണ്ടാകുമോ? സാധാരണക്കാരന്റെ സ്വർണമോഹങ്ങൾ ഇനി സ്വപ്നം മാത്രമാകുമോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ്നെക്സ്റ്റ്. അഞ്ചു വർഷം കൊണ്ട PLIക്ക് എന്തു പറ്റി? ഇനിയൊരു ബദൽ പദ്ധതി ഉണ്ടാകുമോ? मेक इन इंडिया अभियान को PLI स्कीम से नई गति मिली है. ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടപ്പിലാക്കിയ $23 ബില്യൺ പദ്ധതിയാണ് കേന്ദ്രം ഉപേക്ഷിക്കുന്നത്. ചൈനയിൽ നിന്ന് കമ്പനികളെ ആകർഷിക്കാനുള്ള ശ്രമം ആരംഭിച്ച് വെറും 5 വർഷങ്ങൾക്കിപ്പുറമാണ് പദ്ധതി വേണ്ടെന്ന് വെച്ചത്. 14 മേഖലകൾക്കപ്പുറത്തേക്ക് പദ്ധതി വികസിപ്പിക്കാൻ നീക്കമില്ലായിരുന്നു എന്നാണ് വിലയിരുത്തൽ. ചില സ്ഥാപനങ്ങളുടെ അഭ്യർത്ഥനകൾക്കിടയിലും ഉൽപാദന സമയപരിധി നീട്ടാനും സാധ്യതയില്ല. ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ വിതരണക്കാരായ ഫോക്സ്കോൺ, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയുൾപ്പെടെ ഏകദേശം 750 കമ്പനികൾ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയിൽ ഒപ്പുവെച്ചതായി രേഖകൾ കാണിക്കുന്നു. 2025 ആകുമ്പോഴേക്കും സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദന മേഖലയുടെ വിഹിതം 25% ഉയർത്തുക എന്നതായിരുന്നു പ്രതീക്ഷ. എന്നാൽ പല സംസ്ഥാനങ്ങളും നേട്ടം കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടു. നിർമ്മാണ ലക്ഷ്യങ്ങൾ നേടിയ മറ്റു സംസ്ഥാനങ്ങൾക്ക് സബ്സിഡികൾ ലഭിക്കുന്നതും മന്ദഗതിയിലാണ്. പേയ്മെന്റുകളുടെ കാലതാമസം തന്നെയാണ് പദ്ധതി നീട്ടാതിരിക്കാനുള്ള പ്രധാന കാരണം. പദ്ധതി അവതരിപ്പിച്ചതിനു ശേഷം സമ്പദ് വ്യവസ്ഥയിൽ നിർമ്മാണ മേഖലയുടെ വിഹിതം 15.4% നിന്ന് 14.3% കുറഞ്ഞു എന്നത് മറ്റൊരു വസ്തുത. അതിനാൽ പുതിയൊരു ബദൽ മാർഗം ഉടൻ സർക്കാർ പരിഗണിക്കാൻ സാധ്യത കുറവാണ്. पिछले 4 सालों में इस सेक्टर में $36 बिलियन से ज्यादा का फॉरेन डायरेक्ट इन्वेस्टमेंट आया है. ക്യാരറ്റ് മാത്രമല്ല, 18 ക്യാരറ്റും എന്തിനേറെ വെള്ളിവില പോലും റോക്കറ്റ് വേഗത്തിലാണ് മുന്നേറുന്നത്. സ്വർണ്ണ സ്വപ്നങ്ങൾ നിറം മങ്ങുന്ന സൂചനയാണ് വിപണി നൽകുന്നത്. 22 ക്യാരറ്റിന്റെ വില വർധനയിൽ 18 ക്യാരറ്റ് ആഭരണമിട്ടെങ്കിലും ആശ്വസിക്കാമെന്ന് കരുതിയവരും കനത്ത നിരാശയിലാണ്. 18 ക്യാരറ്റിന് ഗ്രാമിന് 85 രൂപ ഒറ്റയടിക്ക് കൂടി. വില 6885 രൂപയുടെ റെക്കോർഡിലെത്തി. വെള്ളിക്ക് ഗ്രാമിന് 1 രൂപ ഉയർന്ന് 111 രൂപയായി. സ്വർണം ട്രോയ് ഔൺസിന് രാജ്യാന്തര വില $3100 കടക്കുമെന്നാണ് കണക്കുകൂട്ടൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ വാഹന ഇറക്കുമതി താരിഫ് 25% ഉയർത്തിയതോടെ ആഗോള വിപണിയിൽ വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. US-ൽ വാഹനങ്ങളുടെ വില ഉയരുന്നതിനൊപ്പം കമ്പനികളുടെ വിൽപ്പനയും വരുമാനവുമെല്ലാം നഷ്ടത്തിലേക്കെത്തും. ഈ സാഹചര്യങ്ങൾ സ്വർണ്ണവില കുതിക്കാനുള്ള കാരണങ്ങളാകും. മാത്രമല്ല, താരിഫ് ശക്തമാക്കിയതോടെ ഡോളർ ഇടിഞ്ഞതും സ്വർണത്തിന് കരുത്തായിട്ടുണ്ട്. എന്നാൽ രൂപയുടെ മൂല്യം അല്പം ഉയർന്നാണുള്ളതെന്നത് നേരിയ ആശ്വാസം നൽകുന്നുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഇതിലും വേഗത്തിൽ വില ഉയർന്നേനെ. ഇനിയൊരു തിരിച്ചുപോക്ക് സ്വപ്നത്തിൽ പോലും വേണ്ടെന്നാണ് സ്വർണ്ണവിലയുടെ വർധനവ് പറഞ്ഞുവെക്കുന്നത്. കാർഷിക വിപണിയിൽ അടുത്ത വാരം അനുദിനം റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ് വെളിച്ചെണ്ണ. കൊപ്രാക്ഷാമത്തിൽ നട്ടം തിരികെയാണ് മില്ലുകാർ. കുരുമുളക് തിരിച്ചുവരവിന്റെ പാതയിൽ. വേനൽ മഴയിൽ കാപ്പിത്തോട്ടങ്ങൾ പൂത്തു തുടങ്ങി. റബ്ബർ വിപണി നേരിയ നേട്ടത്തിലാണ് മുന്നേറുന്നത്. അതിവേഗം മുന്നേറുകയാണ് ഏലം വിൽപ്പന. കൊപ്ര ലഭ്യത ചുരുങ്ങിയതുമൂലം പ്രതിസന്ധിയിലാണ് വെളിച്ചെണ്ണ മില്ലുകാർ. നാളികേര ഉൽപാദനത്തിലുണ്ടായ ഗണ്യമായ ഇടിവാണ് വിപണിക്ക് തിരിച്ചടിയായത്. ഇതുമൂലം റോക്കറ്റ് വേഗത്തിലാണ് വെളിച്ചെണ്ണ വില കുതിച്ചുയരുന്നത്. കൊച്ചി വിപണിയിൽ കിൻഡലിന് 300 രൂപ വർദ്ധിച്ചിരിക്കുകയാണ് വെളിച്ചെണ്ണയ്ക്ക്. ഇതോടെ കിൻഡലിന് 26,000 എന്ന റെക്കോർഡ് നില മറികടക്കുമോ എന്നാണ് വിപണി ഉറ്റുനോക്കുന്നത്. പല ചെറുകിട മിൽ യൂണിറ്റുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്.
കൊപ്ര വില 174 രൂപയ്ക്ക് മുകളിലാണ്. 2017-18 ഏറ്റവും ഉയർന്ന വിലയായ 200 രേഖപ്പെടുത്തിയത്. നിലവിൽ കേരളത്തിലും തമിഴ്നാട്ടിലും കൊപ്ര വിതരണം 40 മുതൽ 50% വരെ കുറഞ്ഞിട്ടുണ്ട്. കുരുമുളക് വിപണി ഒരാഴ്ച നീണ്ട സാങ്കേതിക തിരുത്തലുകൾക്ക് ശേഷം ചെറിയ തിരിച്ചുവരവ് കാഴ്ചവെച്ചിരിക്കുകയാണ്. സാമ്പത്തിക വർഷാന്ത്യമായതിനാൽ മാർക്കറ്റിൽ പണത്തിന് അനുഭവപ്പെടുന്ന ഞെരുക്കം വാങ്ങലുകാരെ രംഗത്തുനിന്ന് അല്പം പിന്തിരിപ്പിച്ചു. അൺഗാർബിൾഡ് കുരുമുളക് വില 100 രൂപ ഉയർന്ന് 68,800 രൂപയായി. കർണാടകത്തിൽ മികച്ച ഇനം കുരുമുളക് കിലോ 730 രൂപയിൽ കൈമാറി. മുഖ്യ ഉൽപാദന കേന്ദ്രമായ കൂർഗിൽ വിൽപ്പനക്കാർ കുറഞ്ഞത് വാങ്ങൽ താൽപര്യം ശക്തമാക്കി. വേനൽ മഴയുടെ വരവ് അടുത്ത സീസണിൽ കാപ്പി ഉൽപാദനം ഉയർത്താനുള്ള സാധ്യതകൾക്ക് ശക്തി പകരുന്നു. വരണ്ടുണങ്ങിയ കാപ്പി ഉൽപാദന മേഖലകളിൽ ഏതാനും ദിവസങ്ങളിൽ ലഭ്യമായ മഴ കാപ്പിച്ചെടികൾക്ക് മികച്ച രീതിയിൽ പൂക്കാൻ അവസരം ലഭിക്കും. കാലവർഷത്തിനു മുന്നേയുള്ള ഈ മഴ വിളവ് ഉയർത്തുമെന്ന നിഗമനത്തിലാണ് തോട്ടം മേഖല. വയനാട്ടിലും പാലക്കാട് നെല്ലിയാമ്പതി മേഖലയിലും അടുത്ത വിളവ് നടപ്പു സീസണേക്കാൾ മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നാണ് കർഷകർ വിലയിരുത്തുന്നത്. തമിഴ്നാട്ടിൽ വേനൽ മഴ പതിവിലും 193% കൂടുതലാണ് ലഭിച്ചിരിക്കുന്നത്. മികച്ച മഴ കൂർഗ്, ചിക്കമംഗ്ലൂർ, ഹസൻ മേഖലകളിലും ഉൽപാദനം ഉയർത്തുമെന്നാണ് ലഭ്യമായ സൂചന. ഒക്ടോബറിലാണ് അടുത്ത കാപ്പി സീസണ് തുടക്കം കുറിക്കുക. റോബസ്റ്റ 50 കിലോ 22,200-നും 22,900-നിടയിലുമാണ് വിപണനം. അറബിക്ക 50 കിലോ 26,500-നും 27,200-നും ഇടയിലാണ് വിപണനം നടക്കുന്നത്. ഏലക്ക ലേലത്തിൽ ചരക്ക് സംഭരിക്കാൻ ആഭ്യന്തര വാങ്ങലുകാർ ഉത്സാഹിച്ചു. ഈസ്റ്റർ, വിഷു വിൽപ്പനകൾ മുന്നിൽ കണ്ടുള്ള വാങ്ങലുകളാണ് പുരോഗമിക്കുന്നത്. ഏതാനും ദിവസങ്ങളായി നിരക്കുയരുന്ന പ്രവണത ശക്തമാണ്. ഇത് ലേലകേന്ദ്രങ്ങളിൽ തിരക്കിട്ട് ചരക്ക് സംഭരണത്തിന് വാങ്ങലുകാരെ പ്രേരിപ്പിച്ചു. വില ഇനിയും ഉയരുമോ എന്ന ആശങ്കയാണ് ഒരു വിഭാഗത്തിന്. വലിപ്പം കൂടിയ ഇനങ്ങളിലാണ് കയറ്റുമതിക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വിൽപ്പനയ്ക്കിറങ്ങിയ 23,917 കിലോ ഏലക്കയിൽ 23,705 കിലോയും വിറ്റഴിഞ്ഞു. മികച്ച ഇനങ്ങൾ 3,132 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,778 രൂപയിലും കൈമാറി. ആഭ്യന്തര വിദേശ വിപണികളിൽ റബ്ബർ നേരിയ മുന്നേറ്റം മാത്രമാണ് രേഖപ്പെടുത്തിയത്. പ്രമുഖ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ ഉൽപ്പന്ന വിലയിൽ കാര്യമായ മാറ്റമില്ല. ബാങ്കോങ്ങിൽ ഷീറ്റ് വില കിലോ 209 രൂപയാണ്. സംസ്ഥാനത്തെ വിപണികളിൽ വിൽപ്പനക്കാരുടെ അഭാവത്തിനിടയിലും 4ാം ഗ്രേഡ് റബ്ബർ 205 രൂപയിൽ തുടരുന്നു. ഉത്തരേന്ത്യയിൽ ചെറുകിട വ്യവസായികൾ 5ാം ഗ്രേഡ് റബ്ബർ കിലോ 202 രൂപയ്ക്കാണ് ശേഖരിച്ചത്. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. ജനപ്രിയ ബ്രാൻഡായ റിയൽമിയുടെ പുതിയ മോഡൽ റിയൽമി 14T 5G. എന്ത് പ്രത്യേകതകളാണ് ഈ ഫോണിൽ കാത്തിരിക്കുന്നത്? ചൈനീസ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ റിയൽമി 14T ഇന്ത്യയിൽ വൈകാതെ പുറത്തിറങ്ങുമെന്നാണ് അഭ്യൂഹം. ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ പുതിയ ഫോണിന്റെ സവിശേഷതകളെല്ലാം ലീക്കായിരിക്കുകയാണ്. ഡ്യുവൽ സിം, 5G കണക്ടിവിറ്റി, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ എന്നിവ ലഭ്യമാണ്. ഇതിന് IP68, IP69 റേറ്റിംഗ് ലഭിച്ചേക്കാം. റിയൽമി 14T 5Gയുടെ ശ്രദ്ധേയമായ സവിശേഷതകളിലൊന്ന് അതിന്റെ ഡിസ്പ്ലേ ആണ്. സ്മാർട്ട് ഫോണിൽ 6.67 ഇഞ്ച് ഫുൾ HDയോട് കൂടിയ അമോലെഡ് ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. ഇത് മികച്ച ദൃശ്യങ്ങളും നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. 6000 mAh ബാറ്ററിയാണ് ഇതിലുണ്ടാവുക. സ്മാർട്ട് ഫോൺ ലൈറ്റനിങ് പർപ്പിൾ, മൗണ്ടൻസ് ഗ്രീൻ, ഒബ്സിഡിയൻ ബ്ലാക്ക് കളർ ഓപ്ഷനുകളിൽ ലഭ്യമാകുമെന്ന് സൂചനയുണ്ട്. വില സംബന്ധിച്ച് യാതൊരു സൂചനയും കമ്പനി നൽകിയിട്ടില്ല. ഇന്ത്യയിൽ എന്നുവരും ടൊയോട്ടോ ഫോർച്യൂണർ മൈൽഡ് ഹൈബ്രിഡ്. ആരാധകർ ആവേശത്തിലാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള വിപണികൾ കാത്തിരിക്കുകയാണ്. ടൊയോട്ടയുടെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും ഈ വർഷം അവസാനത്തോടെ മെൽറ്റ് ഹൈബ്രിഡ് വിപണിയിലെത്തിയേക്കുമെന്നാണ് അഭ്യൂഹം. DC to DC കൺവേർട്ടർ, 48V ബാറ്ററി, എഞ്ചിനിലെ പരമ്പരാഗത ഓൾട്ടർനേറ്റഡ് മാറ്റിസ്ഥാപിക്കുന്ന ബെൽറ്റ് ഡ്രിവൺ ഇലക്ട്രിക് ജനറേറ്റർ എന്നീ 3 സവിശേഷതകൾ എടുത്തു പറയേണ്ടവയാണ്. വാഹനത്തിൽ 2.8 ലിറ്റർ ഡീസൽ എഞ്ചിനാണുള്ളത്. പെട്രോൾ എഞ്ചിനുകളും അവതരിപ്പിക്കുമെന്നും സൂചനയുണ്ട്. സ്റ്റാൻഡേർഡ് ഫോർച്യൂണറിന്റെ ഡീസൽ മോഡലിനേക്കാൾ 5% കൂടുതൽ ഇന്ധനക്ഷമത SUVയുടെ മെൽറ്റ് ഹൈബ്രിഡ് പതിപ്പ് വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നാണ് ടൊയോട്ടോ അവകാശപ്പെടുന്നത്. വിനോദവാരം. ആകർഷകമായ ആഖ്യാനങ്ങൾ, ദൃശ്യങ്ങൾ, അതിശക്തമായ പ്രകടനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ചിത്രങ്ങളുടെ നീണ്ട നിര തന്നെ അണിയറയിൽ ഒരുങ്ങുന്നു.
വരാനിരിക്കുന്നത് തമിഴ് സിനിമയുടെ സുവർണകാലം. സൂപ്പർ താരങ്ങളുടേതുൾപ്പെടെ ഒട്ടേറെ തമിഴ് സിനിമകളാണ് റിലീസിന് തയ്യാറെടുക്കുന്നത്. സ്പോർട്സ് ഡ്രാമകൾ മുതൽ ആക്ഷൻ ചിത്രങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു. നവാഗതനായ എസ് ശശികാന്ത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ടെസ്റ്റ്. പ്രേക്ഷകർ ഈ വർഷം ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സ്പോർട്സ് ഡ്രാമകളിൽ ഒന്നാണിത്. മാധവൻ, നയൻതാര, സിദ്ധാർത്ഥ്, മീര ജാസ്മിൻ, കാളി വെങ്കട്ട്, മുരുകദോസ്, നാസർ, മോഹൻ രാമൻ, വിനയ് വർമ്മ തുടങ്ങിയ വൻ താരനിരയാണ് ഈ ചിത്രത്തിലുള്ളത്. ക്രിക്കറ്റ് ലോകത്തെ ചുറ്റിപ്പറ്റിയാണ് ടെസ്റ്റ് നടക്കുന്നത്. ഒരു ദേശീയ ക്രിക്കറ്റ് കളിക്കാരന്റെയും ഒരു ശാസ്ത്രജ്ഞന്റെയും ഒരു അധ്യാപകന്റെയും കഥ പറയുന്നു. ചിത്രം ഏപ്രിൽ 4 തിയേറ്ററുകളിലെത്തും. കരിയറിൽ തിരിച്ചുവരവിനൊരുങ്ങുന്ന നയൻതാരയുടെ ആക്ഷൻ ഡ്രാമ ചിത്രമാണ് റാക്കായി. സെന്തിൽ നല്ലസ്വാമിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഒരു രാക്ഷസൻ തന്റെ മകളുടെ ജീവന് ഭീഷണിയാകുമ്പോൾ യുദ്ധം പ്രഖ്യാപിക്കുന്ന ധീരയായ ഒരു അമ്മയുടെ കഥയാണ് ചിത്രം പറയുന്നത്. ഏപ്രിൽ 14 റിലീസ് ചെയ്യും. കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് റെട്രോ. സൂര്യ നായകനാകുന്ന ചിത്രത്തിൽ പൂജ ഹെഗ്ഡെ നായികയാകും. ആക്ഷനും വികാരങ്ങളും ഇടകലർന്ന റെട്രോയിൽ ജോജു ജോർജ്, ജയറാം, കരുണാകരൻ, നാസർ, പ്രകാശ് രാജ്, സുജിത് ശങ്കർ എന്നിവരും അഭിനയിക്കുന്നു. ജ്യോതികയുടെയും സൂര്യയുടെയും നിർമ്മാണ കമ്പനിയായ 2D എന്റർടൈൻമെന്റ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം. ചിത്രം മെയ് 1 റിലീസ് ചെയ്യും. ഈ വർഷം പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് അജിത് കുമാറും തൃഷ കൃഷ്ണനും അഭിനയിച്ച ഗുഡ് ബാഡ് അഗ്ലി. ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ പ്രഭു, പ്രസന്ന, അർജുൻ ദാസ്, സുനിൽ, രാഹുൽ ദേവ്, യോഗി ബാബു എന്നിവരും വേഷമിടുന്നു. ഒരു തീവ്രമായ ആക്ഷൻ ത്രില്ലർ ചിത്രമായി ഒരുങ്ങുന്ന ഗുഡ് ബാഡ് അഗ്ലി ഏപ്രിൽ 10 തിയേറ്ററുകളിലെത്തും. യുവതാരം ധ്രുവ് വിക്രമിനെ നായകനാക്കി മാരി സെൽവരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബൈസൺ. ധ്രുവ് വിക്രം ഒരു കബഡി കളിക്കാരനായി എത്തുന്ന ചിത്രത്തിൽ അനുപമ പരമേശ്വരൻ നായികയാകുന്നു. രജീഷ വിജയനും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഇനി പ്രധാന ഇവന്റുകൾ. ക്ലീൻ കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ വൃത്തി കോൺക്ലേവ് 2025 ഏപ്രിൽ 9 മുതൽ 13 വരെ തിരുവനന്തപുരം കനകക്കുന്ന് പാലസിൽ. സഹകരണ എക്സ്പോ തിരുവനന്തപുരം കനകക്കുന്ന് പാലസിൽ ഏപ്രിൽ 21 മുതൽ 30 വരെ. ഇതോടെ ബിസിനസ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.